നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ പവർ ടു ദ പീപ്പിൾ എന്ന് പറഞ്ഞ യൂണിറ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ടെക്സ്റ്റ് എക്സ്പ്ലനേഷനും അതിൻ്റെ അകത്ത് വരുന്ന ആക്ടിവിറ്റി സോൾവിങ്ങും ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗാന്ധിജി ബിലീവ്ഡ് ദാറ്റ് ദ സോൾ ഓഫ് ഇന്ത്യ ലൈസ് ഇൻ ദ വില്ലേജസ് and that the country can make progress only through the development of the villages. ഗാന്ധിജി വിശ്വസിച്ചിരുന്നത് ഇന്ത്യയുടെ ആത്മാവ്, സോൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ആത്മാവ് എവിടെയാണുള്ളത്? വില്ലേജസിലാണ്, ഗ്രാമങ്ങളിലാണ് എന്നാണ് ഗാന്ധിജി വിശ്വസിച്ചിരുന്നത്. ദാറ്റ് ദ കൺട്രി ക്യാൻ മേക്ക് പ്രോഗ്രസ് ഓൺലി ത്രൂ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദി വില്ലേജ്. അപ്പോൾ ഈ വില്ലേജിൻ്റെ ഡെവലപ്മെൻറ്റിലൂടെ മാത്രമേ നമുക്ക് രാജ്യത്തിൻ്റെ പുരോഗതി സാധ്യമാവുകയുള്ളൂ എന്നും അദ്ദേഹം വിശ്വസിച്ചു. വില്ലേജസ് ആർ ദ ബേസിക് യൂണിറ്റ്സ് ഓഫ് ഡെമോക്രാറ്റിക് ഗവർണൻസ്. ഒരു ഡെമോക്രാറ്റിക് ഗവർണൻസിൻ്റെ അല്ലെങ്കിൽ ജനാധിപത്യ ഭരണത്തിൻ്റെ ബേസിക് യൂണിറ്റാണ് എന്ത്? വില്ലേജ് എന്ന് പറയുന്നത്. ദെയർഫോർ, അതിനാൽ ദ വെൽഫെയർ ഓഫ് പീപ്പിൾ ഇൻക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഓഫ് ദി പവർ ഓഫ് ദി പഞ്ചായത്ത്. അതുകൊണ്ട് ജനങ്ങളുടെ വെൽഫെയർ എന്ന് വെച്ചാൽ ജനങ്ങളുടെ ക്ഷേമം ഇൻക്രീസ് ചെയ്യണമെങ്കിൽ, വർദ്ധിക്കണമെങ്കിൽ ഏതിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ? ഇൻക്രീസ് ഓഫ് ദി പവർ ഓഫ് ദി പഞ്ചായത്ത്. പഞ്ചായത്തിൻ്റെ പവർ കൂടുന്നതിലൂടെ മാത്രമേ ജനങ്ങളുടെ വർദ്ധിക്കുകയുള്ളൂ, വെൽഫെയർ വർദ്ധിക്കുകയുള്ളൂ. ഗാന്ധിജി കൺസിഡേർഡ് ഗ്രാമസ്വരാജ് ആ സെൽഫ് ഗവേണിംഗ് ബോഡി. ഗാന്ധിജി കൺസിഡർ ചെയ്തിരുന്നത് ഗ്രാമസ്വരാജ് എന്ന് പറയുന്നത് ഒരു സെൽഫ് ഗവേണിംഗ് ബോഡി എന്നതാണ്. അതായത് സെൽഫ് ഗവേണിംഗ് ബോഡി എന്ന് വെച്ചാൽ സ്വയംഭരണ ഗവൺമെൻറ്, സ്വയം ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് എന്ന രീതിയിലാണ് ഗാന്ധിജി ഗ്രാമസ്വരാജിനെ കൺസിഡർ ചെയ്തിരുന്നത്. Decentralization of power is the means to realize the concept of Grama Swaraj. അധികാര വികേന്ദ്രീകരണം എന്നത് ഗ്രാമസ്വരാജിനെ നമ്മൾ റിയലൈസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു ഉപാധിയാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. പിന്നെന്താണ് പറഞ്ഞിട്ടുള്ളത്? The concept of Grama Swaraj gets materialized when power is decentralized to the people. ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന ആ സങ്കല്പം മെറ്റീരിയലൈസ്ഡ് ആവുന്നത് അല്ലെങ്കിൽ പൂർണ്ണമാവുന്നത് എപ്പോഴാണ്? when the power is decentralized to the people. ജനങ്ങളിലേക്ക് വികേന്ദ്രീകരണം നടക്കുമ്പോഴാണ് ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പൂർണ്ണമാകുന്നത് എന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അപ്പോൾ ഗാന്ധിജിയുടെ ഈ ഒരു കൺസെപ്റ്റാണ് ഇവിടെ ഈ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഏത് കൺസെപ്റ്റാണെന്ന് മനസ്സിലായോ? ഗ്രാമസ്വരാജ് എന്ന ഗാന്ധിജിയുടെ കൺസെപ്റ്റ്. അടുത്തത് ഈ ജനപങ്കാളിത്തം കൊണ്ട് വിജയിച്ച ഒരു പഞ്ചായത്തിലെ കുറച്ച് പദ്ധതികളെ കുറിച്ചാണ് ഇവിടെ ഒരു കൊളാഷിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് നോക്കണ്ട, കുഴപ്പമില്ല. Hope you have identified from collage given about the regional developmental projects that attained success through the public participation. ജനങ്ങളുടെ പാർട്ടിസിപ്പേഷനിൽ വിജയിച്ച കുറച്ച് പദ്ധതികളാണ് മുകളിലുള്ള ആ കൊളാഷിൽ കൊടുത്തിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരെണ്ണം ഞാൻ പറഞ്ഞുതരാം. പീപ്പിൾ ടേക്ക് ഇനിഷ്യേറ്റീവ്, ഷെയ്ഡ് ബ്ലൂംസ് ഓൺ ദ റോഡ് സൈഡ്. ജനങ്ങൾ മുൻകൈ എടുത്തു, റോഡ് സൈഡിൽ തണൽ വന്നു, ഷെയ്ഡ് ബ്ലൂംസ് അല്ലെങ്കിൽ തണൽ വിരിഞ്ഞു അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ എന്താണ്? റോഡ് സൈഡിൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ചു. അതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ആരാണ് നട്ടുപിടിച്ചത്? ജനങ്ങൾ അല്ലേ? പൊതുജനങ്ങൾ മുൻകൈ എടുത്തിട്ടാണ് ആ ഒരു പദ്ധതി നടപ്പിലാക്കിയത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഡെമോക്രസി ബിക്കം മീനിങ്ഫുൾ വെൻ പവർ ഈസ് ഡീസെൻട്രലൈസ്ഡ് ടു ഓൾ പീപ്പിൾ ആൻഡ് നോട്ട് സിംപ്ലി വെസ്റ്റഡ് വിത്ത് സം. അതായത് അധികാരം എല്ലാ ജനങ്ങളിലേക്കും എത്തുമ്പോഴാണ്, അല്ലാതെ ചില ആൾക്കാരിൽ മാത്രം അധികാരം കേന്ദ്രീകരിക്കുമ്പോഴല്ല, എല്ലാ ജനങ്ങളിലേക്ക് എത്തുമ്പോഴാണ് ജനാധിപത്യം പൂർണ്ണമാകുന്നത്. ഇൻ എ പൊളിറ്റിക്കൽ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, the transfer of power legally to the people to take decisions and execute them is called a decentralization of power. ഇൻ എ പൊളിറ്റിക്കൽ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണവ്യവസ്ഥയിലോ ദ ട്രാൻസ്ഫർ ഓഫ് പവർ ട്രാൻസ്ഫർ ചെയ്യുന്നു. ലീഗലി, നിയമപരമായി പവർ ട്രാൻസ്ഫർ ചെയ്യുന്നു. ആർക്കാണ്? ടു ദ പീപ്പിൾ, ജനങ്ങളിലേക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്തിനാണ് ജനങ്ങളിലേക്ക് പവർ കൊടുക്കുന്നത്? ജനങ്ങൾക്ക് അധികാരം കൊടുക്കുന്നത് എന്തിനാണ്? ടു ടേക്ക് ഡിസിഷൻസ് ആൻഡ് എക്സിക്യൂട്ട് ദം. ഡിസിഷൻസ് എടുക്കാനും അത് നടപ്പിൽ വരുത്താനുമായിട്ട് ജനങ്ങളിലേക്ക് അധികാരം കൊടുക്കുന്നു. ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിലോ. അതിനെയാണ് നമ്മൾ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ എന്ന് പറയുന്നത്. അതായത് അധികാര വികേന്ദ്രീകരണം, ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ. നല്ല പവർ ഉള്ളൊരു പേരാണ് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ എന്ന് വെച്ചാൽ അധികാര വികേന്ദ്രീകരണം. അപ്പോൾ എന്താണ് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ? അതിൻ്റെ ഒരു ഡെഫിനിഷനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിലോ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിലോ ജനങ്ങളിലേക്ക് അധികാരം കൈമാറ്റം ചെയ്യുന്നു.
എങ്ങനെയാണ് ലീഗലായിട്ട് നിയമപരമായി ജനങ്ങളിലേക്ക് അധികാരം കൊടുക്കുന്നു. എന്തിനാണ് ഈ ജനങ്ങളിലേക്ക് അധികാരം കൊടുക്കുന്നത്? ഈ തീരുമാനങ്ങൾ എടുക്കാനും അവ നടപ്പിലാക്കാനുമായിട്ട്. ടു ടേക്ക് ഡിസിഷൻസ് ആൻഡ് എക്സിക്യൂട്ട് ദം. ഇതാണ് എന്താ പറയുന്നത്? ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ അല്ലെങ്കിൽ അധികാര വികേന്ദ്രീകരണം. ഇനി ഇതവിടെ നോക്കൂ, അത് അധികാര വികേന്ദ്രീകരണം. ഇനി അടുത്ത നോക്കൂ, സെൻട്രലൈസേഷൻ ഓഫ് പവർ, അധികാര കേന്ദ്രീകരണം. നേരെ ഓപ്പോസിറ്റ് ആണ്. അധികാര വികേന്ദ്രീകരണത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അധികാര കേന്ദ്രീകരണം അല്ലെങ്കിൽ സെൻട്രലൈസേഷൻ ഓഫ് പവർ. The power to take decisions and execute them in administrative matters is centered on some people is called the centralization of power. അതായത് ഒരു ഡിസിഷൻ എടുക്കാനും അവ നടപ്പിലാക്കാൻ, അത് എക്സിക്യൂട്ട് ചെയ്യാനുമുള്ള അധികാരം ഒരു ഭരണവ്യവസ്ഥയിൽ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സിൽ ഡിസിഷൻ എടുക്കാനും അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള അധികാരം ഈ സെൻറ്റേർഡ് ടു സം പീപ്പിൾ, ചില ആൾക്കാരുടെ കയ്യിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻട്രലൈസേഷൻ ഓഫ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഏതാ നല്ലത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? സെൻട്രലൈസേഷൻ ഓഫ് പവർ ആണോ നല്ലത്? ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ ആണോ നല്ലത്? ഏതാ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നത്? നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. Here, the common people comparatively do not get the opportunity to become a part of administrative affairs. അപ്പോൾ ഈ ഇവിടെ അതായത് സെൻട്രലൈസേഷൻ ഓഫ് പവറിൽ കോമൺ പീപ്പിൾസിന്, സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ ഭരണകാര്യങ്ങളിൽ ഭരണകാര്യങ്ങളിൽ ഇടപെടാനുള്ള, അഡ്മിനിസ്ട്രേറ്റീവ് അഫയേഴ്സിലൊക്കെ ഇടപെടാനുള്ള അവസരം ലഭിക്കുന്നില്ല. ഇനി ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ ഫീച്ചേഴ്സ്, അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഫീച്ചേഴ്സ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോളണം കേട്ടോ. ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ എന്തൊക്കെയാണ്? ഡെവലപ്മെൻറ്റൽ നീഡ്സ് ഗെറ്റ് പ്രയോറിറ്റൈസ്ഡ്. അതായത് ഡെവലപ്മെൻറ്റൽ നീഡ്സ് എന്ന് വെച്ചാൽ വികസന ആവശ്യങ്ങൾക്ക് അവയ്ക്ക് എന്ത് നൽകുന്നു? പ്രയോറിറ്റി നൽകുന്നു, മുൻഗണന നിശ്ചയിക്കുന്നു. ഡെവലപ്മെൻറ്റൽ നീഡ്സിന്, വികസനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? മുൻഗണന കൊടുക്കുന്നു. രണ്ടാമത്തെ അവിടെ നോക്കുള്ളൂ, വിമൺ ആൻഡ് ദ മാർജിനലൈസ്ഡ് ഗെറ്റ് ലീഡർഷിപ്പ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ്. വിമൻസിനും പിന്നെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും, പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാർക്കും വിമൻസിനും എന്ത് നൽകുന്നു? കിട്ടുന്നു? ലീഡർഷിപ്പ് കിട്ടുന്നു. ലീഡർഷിപ്പ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ്. അവരെ ഈ ഭരണത്തിലോട്ട് വരുമ്പോൾ, ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലേക്ക് ഭരണത്തിലോട്ട് വരുമ്പോൾ അവർക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ലഭിക്കുന്നു. അതുപോലെ തന്നെ അധികാര പരിചയം അവർക്ക് ലഭിക്കുന്നു. അതാണ് പറഞ്ഞിട്ടുള്ളത്, ലീഡർഷിപ്പ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ്, അധികാര പരിചയം അവർക്ക് ലഭിക്കുന്നു. അത്രേ ഉള്ളൂ. മാർജിനലൈസ്ഡ് പീപ്പിൾ എന്ന് വെച്ചാൽ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന വിഭാഗത്തിലുള്ള ആൾക്കാർ, അതാണ് മാർജിനലൈസ്ഡ് പീപ്പിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വിധവകൾ, സ്ത്രീകൾ, പിന്നെ ഈ ജാതിയിൽ താഴ്ന്ന ആൾക്കാർ, ഇവരെയൊക്കെ. ഡെവലപ്മെൻറ്റ് ഓഫ് ദി ലോക്കൽ എക്കണോമി, പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ വികസനം. ലോക്കൽ എക്കണോമി എന്ന് വെച്ചാൽ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ, അതിൻ്റെ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ വികസനം. അടുത്തത്, കോമൺ പീപ്പിൾ ഹാവ് മോർ പവർ ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ. പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ കോമൺ പീപ്പിൾസിന് ഒരുപാട് അധികാരം ലഭിക്കുന്നു, പിന്നെ ഈ ഭരണകാര്യങ്ങളിൽ കൂടുതൽ പങ്കാളിത്തവും ലഭിക്കുന്നു. ഇമ്പോർട്ടൻസ് ടു റീജിയണൽ ഡെവലപ്മെൻറ്റ്, പ്രാദേശിക വികസനത്തിന് ഒരു പ്രാധാന്യം നൽകുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവറിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോളണം കേട്ടോ. Have you noticed the concept of map given above? Discuss the features of decentralization and write a description. ഇത് ഓരോന്നിനെ കുറിച്ച് എഴുതിയിട്ട് അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് ചെയ്യാം കേട്ടോ, നോട്ടായിട്ട് എഴുതാം അതൊക്കെ. ഇപ്പം നമുക്ക് ഈ ടെക്സ്റ്റ് ഒന്നിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. ഇനി ഡീസെൻട്രലൈസേഷൻ ഓവർ ദ ഇയേഴ്സ്, അധികാര വികേന്ദ്രീകരണം കാലങ്ങളിലൂടെ. The Panchayat was a rural administrative arrangement that had existed in our country since ancient time. വളരെ പണ്ട് മുതൽക്ക് തന്നെ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഒരു ഭരണവ്യവസ്ഥയായിരുന്നു എന്തെന്ന് പറയുന്നത്? പഞ്ചായത്ത് എന്ന് പറയുന്നത്. They were the focal points of rural life എന്ന് പറയുന്നത് റൂറൽ ലൈഫിൻ്റെ, ഗ്രാമജീവിതത്തിൻ്റെ ഒരു ഫോക്കൽ പോയിന്റ് ആയിരുന്നു, സ്ഥിരാകേന്ദ്രങ്ങൾ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രധാന പോയിന്റ്, ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിരുന്നു. റൂറൽ ലൈഫിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിരുന്നു എന്ന് പറയുന്നത് ഈ പഞ്ചായത്ത് എന്ന് പറയുന്നത്. ദ വേർഡ് പഞ്ചായത്ത് വാസ് ഫോംഡ് ഫ്രം ദ സാൻസ്ക്രിറ്റ് വേർഡ് പഞ്ച ആൻഡ് ആയത്. അപ്പോൾ സാൻസ്ക്രിറ്റ് വേർഡ്സ് ആയ പഞ്ച ആൻഡ് ആയത് എന്ന് പറയുന്ന രണ്ട് വേർഡ്സിൽ നിന്നാണ് പഞ്ചായത്ത് എന്ന് പറയുന്ന വേർഡ് വന്നിട്ടുള്ളത്. അപ്പോൾ പഞ്ച എന്ന് പറയുന്ന ആ വേർഡിൻ്റെ മീനിങ് 5 എന്നാണ്, 5. ആൻഡ് ആയത് മീൻസ് മീറ്റിംഗ്. ആയത് എന്ന് വെച്ചാൽ മീറ്റിംഗ്. അപ്പോൾ
പഞ്ച ആയത്, ഇങ്ങനെ 2 വേർഡ്സിൽ നിന്നാണ് പഞ്ചായത്ത് എന്ന് പറഞ്ഞ വേർഡ് രൂപം കൊണ്ടിട്ടുള്ളത്. വിത്ത് ദ ഡോമിനൻസ് ഓഫ് ദി ബ്രിട്ടീഷ് റൂൾ ദ പഞ്ചായത്ത് സിസ്റ്റം ബിക്കം വീക്കൻഡ്. എന്നാൽ ഈ ബ്രിട്ടീഷ് ഡോമിനൻസ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ആധിപത്യം വന്നതോടുകൂടി പഞ്ചായത്ത് സിസ്റ്റം എന്തായി തുടങ്ങി? ദുർബലമായി. However, it was the reforms introduced by Lord Ripon in 1882 that revived the local self-government. 1882 നമ്മുടെ റിപ്പൺ ഉണ്ടല്ലോ, ലോർഡ് റിപ്പൺ ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ് ഈ ഒരു ലോക്കൽ സെൽഫ് ഗവൺമെൻറ് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒരു പുതു ഉന്മേഷം നൽകിയത്. When the government of India came into existence in 1935, the local self-government bodies were given more power and they were restructured. പിന്നീട് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വന്നു. അപ്പോൾ ആ സമയത്ത് ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസിന് ഒരുപാട് അധികാരങ്ങളും പിന്നെ അവ പുനഃസംഘടിപ്പിക്കുകയും റീസ്ട്രക്ചർ ചെയ്യുകയും ചെയ്തു. ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിനെയൊക്കെ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. ലോർഡ് റിപ്പനാണ് ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്നറിയപ്പെടുന്നത്. ലോർഡ് റിപ്പൺ എന്തെന്നറിയപ്പെടുന്നു? ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്നറിയപ്പെടുന്ന ഒരു വൈസ്രോയാണ് ലോർഡ് റിപ്പൺ എന്ന് പറയുന്നത്. അടുത്തത് ഡീസെൻട്രലൈസേഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അധികാര വികേന്ദ്രീകരണം കോൺസ്റ്റിറ്റ്യൂഷനിൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണിത്, നമ്മൾ നന്നായിട്ട് പഠിക്കണം. ഈ പഠിക്കുന്നത് നമുക്ക് പിന്നീട് ഉള്ള ഓരോ വർഷങ്ങളിലും പിന്നീടുള്ള ക്ലാസ്സുകളിലും ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്ക് എക്സാമൊക്കെ എഴുതാം, അല്ലാതെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു പോർഷനാണ്. അപ്പോൾ നിങ്ങളിത് നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. ഇതിൻ്റെ അകത്തുള്ള ഇയേഴ്സും ഒക്കെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പഠിച്ചു പോവാം കേട്ടോ. The formation of panchayat is referred to in the Article 40 as part of the directive principles in the Constitution of India. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. അപ്പോൾ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ആർട്ടിക്കിൾ 40 പഞ്ചായത്തിൻ്റെ ഫോർമേഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഞ്ചായത്തിൻ്റെ ഫോർമേഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 40. However, the absence of strong local administrative system adversely affected the rural development in India. ശക്തമായിട്ടുള്ള ഒരു പ്രാദേശിക ഭരണ സംവിധാനത്തിൻ്റെ അഭാവം ഇന്ത്യയിലെ ഗ്രാമീണ വികസന പ്രവർത്തനങ്ങളെ വളരെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. Several committees were constituted to resolve this and to strengthen the local self-government system. ഈ പറയുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കമ്മിറ്റികൾ ഇന്ത്യയിൽ വന്നു. സെവറൽ കമ്മിറ്റീസ് വെയർ കോൺസ്റ്റിറ്റ്യൂട്ടഡ്, ഒരുപാട് കമ്മിറ്റീസ് വന്നു. ദ പ്രൊമിനന്റ് അമംഗ് ദം ആർ ഇൻ ദ കമ്മിറ്റീസ് ഫോംഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ബൽവന്ത് റായ് മേത്ത ആൻഡ് അശോക് മേത്ത. വന്നതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കമ്മിറ്റികളാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയും അശോക് മേത്ത കമ്മിറ്റി. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാൻ പോകുന്നത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയും അശോക് മേത്ത കമ്മിറ്റിയും കുറിച്ചാണ്. എന്തിനെ കുറിച്ചുള്ളതാണ് ഈ കമ്മിറ്റി എന്ന് പറയുന്നത്? ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സിസ്റ്റത്തിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള 2 പ്രധാനപ്പെട്ട കമ്മിറ്റികളാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയും അശോക് മേത്ത കമ്മിറ്റിയും. അപ്പോൾ ഇനി ഈ ബൽവന്ത് റായ് മേത്തയുടെയും അശോക് മേത്ത കമ്മിറ്റിയുടെയും ശുപാർശകൾ അല്ലെങ്കിൽ അവരുടെ ആ കമ്മിറ്റിയുടെ എന്തൊക്കെ റെക്കമെൻഡേഷൻസ് ആണ് എന്നുള്ളതാണ് ഇവിടെ 2 ബോക്സിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പഠിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഞ്ചായത്തിൻ്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 40. അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏത് ഭാഗത്താണ് പറഞ്ഞിട്ടുള്ളത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ. പിന്നെ എന്താണ് ഈ പഞ്ചായത്തിൻ്റെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ എന്തിനു വേണ്ടിയിട്ട്? ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സിസ്റ്റത്തിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന 2 പ്രധാനപ്പെട്ട കമ്മിറ്റികളാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയും അശോക് മേത്ത കമ്മിറ്റിയും. ഇനി അതിൻ്റെ റെക്കമെൻഡേഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിയോളൂ, ദ റെക്കമെൻഡേഷൻ ഓഫ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അതാണ് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത്. ദ 3-tier പഞ്ചായത്ത് രാജ് സിസ്റ്റം, ത്രിതല പഞ്ചായത്ത് സംവിധാനം, അതാണ് 3-tier പഞ്ചായത്ത് സിസ്റ്റം. 3-tier പഞ്ചായത്ത് സിസ്റ്റം, ത്രിതല സംവിധാനം. അപ്പോൾ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശയിൽ പിന്നെ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ വർഷം 1957 ആണ്. നിങ്ങൾക്കറിയാം 1956 എന്താണ് പ്രത്യേകത?
നമ്മുടെ കേരളപ്പിറവി വരുന്നത് 1956 അല്ലേ? അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത വർഷമാണ് നമ്മുടെ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി വന്നത്. അങ്ങനെ ആലോചിച്ച് വെച്ചേക്കാം കേട്ടോ. എന്താണ് 1957 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി എന്നായിരുന്നു 1957. അപ്പോൾ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ എന്ന് പറയുന്നത് 3 ടയർ പഞ്ചായത്ത് സിസ്റ്റം, ത്രിതല പഞ്ചായത്ത് സംവിധാനം. ഏതൊക്കെയാണ് ആ ത്രിതലം എന്ന് പറയുമ്പോൾ 3 തലങ്ങളുണ്ടെന്നാണ് മനസ്സിലാക്കാനുള്ളത്. ആ 3 തലങ്ങൾ എന്തൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് കമ്മിറ്റി, ഡിസ്ട്രിക്ട് പരിഷത്ത്. എന്തൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് കമ്മിറ്റി, പിന്നെ ഡിസ്ട്രിക്ട് പരിഷത്ത്. ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് കമ്മിറ്റി, പഞ്ചായത്ത് സമിതി, ഡിസ്ട്രിക്ട് പരിഷത്ത്, ജില്ലാ പരിഷത്ത്. ഇങ്ങനെ 3 എണ്ണം. അതാണ് 3 ടയർ പഞ്ചായത്ത് സിസ്റ്റം. ആരുടെ ശുപാർശയാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. അത് ഒന്നാമത്തെ. രണ്ടാമത്തത്, ദ പവർ ഫോർ പ്ലാനിംഗ് ആൻഡ് എക്സിക്യൂഷൻ ടു ബി ഗിവൺ ടു പഞ്ചായത്ത് കമ്മിറ്റീസ് ആൻഡ് സൂപ്പർവിഷൻ ആൻഡ് ഓർഗനൈസേഷൻ ഫോർ ഡിസ്ട്രിക്ട് പരിഷത്ത്. പവർ ഓഫ് പ്ലാനിംഗ് ആൻഡ് എക്സിക്യൂഷൻ. പ്ലാനിംഗ്, ആസൂത്രണത്തിനും അത് നടപ്പിൽ വരുത്താനുമുള്ള പവർ, അധികാരം ടു ബി ഗിവൺ ടു പഞ്ചായത്ത് കമ്മിറ്റി. അത് കൊടുത്തിട്ടുള്ളത് ആർക്കാണ്? പഞ്ചായത്ത് കമ്മിറ്റിക്ക്. പ്ലാനിങ്ങിനും അത് എക്സിക്യൂട്ട് ചെയ്യാനും, പ്ലാനിങ്ങിനെ പിന്നെ ആ പ്ലാനിങ് ചെയ്ത കാര്യങ്ങളെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള പവർ കൊടുത്തിട്ടുള്ളത് പഞ്ചായത്ത് കമ്മിറ്റിക്കാണ്. ആൻഡ് സൂപ്പർവിഷൻ ആൻഡ് ഓർഗനൈസേഷൻ ഫോർ ഡിസ്ട്രിക്ട് പരിഷത്ത്. അതായത് അതിൻ്റെ സൂപ്പർവിഷൻ, അതിൻ്റെ മേൽനോട്ടവും പിന്നെ ഓർഗനൈസേഷൻ, അതിൻ്റെ സംഘാടനവും കൊടുത്തിട്ടുള്ളത് ഡിസ്ട്രിക്ട് പരിഷത്ത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഈ അധികാരം വികേന്ദ്രീകരിച്ച് പല ആൾക്കാർക്കായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഇവിടെ 3 ടയർ സിസ്റ്റമാണ് ഉള്ളത്. അപ്പോൾ അവിടെ പഞ്ചായത്ത് കമ്മിറ്റിക്കും ഡിസ്ട്രിക്ട് പരിഷത്തിനും എന്തൊക്കെ അധികാരങ്ങൾ, എന്തൊക്കെ പവറാണ് കൊടുത്തിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. എന്താണ്? പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ അത് ആർക്കാണ് കൊടുത്തിട്ടുള്ളത്? പഞ്ചായത്ത് കമ്മിറ്റിക്കും. പിന്നെ സൂപ്പർവിഷൻ ആൻഡ് ഓർഗനൈസേഷൻ അത് കൊടുത്തിട്ടുള്ളത് ഡിസ്ട്രിക്ട് പരിഷത്തിന്. മനസ്സിലായോ? ഡിസ്ട്രിക്ട് പരിഷത്തിന് എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? സൂപ്പർവിഷൻ ആൻഡ് ഓർഗനൈസേഷൻ. പഞ്ചായത്ത് കമ്മിറ്റിക്ക് എന്തൊക്കെയാണ്? പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ. ഓക്കെ ആണല്ലോ. ഇനി ഡയറക്റ്റ് എലക്ഷൻ ഇൻ ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തുകളിൽ ഡയറക്റ്റ് ഇലക്ഷനാണ്, പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ്. ഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള കോമൺ പീപ്പിൾസ് ചെല്ലുന്നു, വോട്ട് ചെയ്യുന്നു, എന്നിട്ട് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നു. അതാണ് ഡയറക്റ്റ് ഇലക്ഷൻ. അപ്പോൾ ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഡിസ്ട്രിക്റ്റ് അല്ല, ഡയറക്റ്റ് ഇലക്ഷൻ ഇൻ ഗ്രാമപഞ്ചായത്തുകളിൽ ഡയറക്റ്റ് ഇലക്ഷനാണ്. ഇനി ഇൻഡയറക്റ്റ് ഇലക്ഷൻസ് ഇൻ ഡിസ്ട്രിക്ട് പരിഷത്ത് ആൻഡ് പഞ്ചായത്ത് കമ്മിറ്റി. എന്നാൽ ഡിസ്ട്രിക്ട് പരിഷത്തിലും പഞ്ചായത്ത് കമ്മിറ്റിയിലും എന്താണ്? ഇൻഡയറക്റ്റ് ഇലക്ഷനാണ്, അല്ലെങ്കിൽ പരോക്ഷ തെരഞ്ഞെടുപ്പാണ്. അതായത് ഇപ്പം ഓരോ വാർഡുണ്ട്. ഈ വാർഡിൽ നമ്മൾ ഓരോ വാർഡ് മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്നു. ഈ വാർഡ് മെമ്പർമാരാണ് അപ്പോൾ ആ വാർഡ് മെമ്പറെ തിരഞ്ഞെടുക്കുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ജനങ്ങളാണ്. ഈ വാർഡ് മെമ്പറാണ് പിന്നീട് പഞ്ചായത്ത് കമ്മിറ്റിയിലും ഡിസ്ട്രിക്ട് പരിഷത്തിലുള്ള ആൾക്കാരെയൊക്കെ തിരഞ്ഞെടുക്കുന്നത്. അതാണ് ഇൻഡയറക്റ്റ് ഇലക്ഷൻ. മനസ്സിലായോ? അപ്പോൾ ഡയറക്റ്റ് ഇലക്ഷൻ എവിടെയൊക്കെയാണ്? ഗ്രാമപഞ്ചായത്തിൽ. ഇനി ഇൻഡയറക്റ്റ് ഇലക്ഷൻ എവിടെയാണ്? പഞ്ചായത്ത് കമ്മിറ്റിയിലും ഡിസ്ട്രിക്ട് പരിഷത്തിലും ഇൻഡയറക്റ്റ് ഇലക്ഷൻ. മനസ്സിലായോ? ഇത്രയാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശകൾ. ഏത് വർഷമാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി വന്നത്? 1957. ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ ഒന്നും കൂടെ വേണമെന്നുള്ളവർക്ക് ബാക്ക് അടിച്ച് കേൾക്കുക കേട്ടോ. അടുത്തത് റെക്കമെൻഡേഷൻ ഓഫ് അശോക് മേത്ത കമ്മിറ്റി. രണ്ടാമത് വന്ന എന്ന് പറയുന്നില്ല, ഇവിടെ നമുക്ക് പഠിക്കാനുള്ളതിൽ രണ്ടാമത്തെ കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റിയാണ്. എന്നാണ് അത്? വർഷം 1978. എന്നാണ്? 1978. അശോക് മേത്ത കമ്മിറ്റിയുടെ വർഷം 1978. പഠിച്ചോളണേ. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ വർഷം 1957, 1957. ഇത് 1978. The 2 tier system, മണ്ഡൽ പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പരിഷത്ത്. അശോക് മേത്ത കമ്മിറ്റി 3 ടയർ സിസ്റ്റം പറഞ്ഞപ്പോൾ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 3 ടയർ സിസ്റ്റം പറഞ്ഞപ്പോൾ അശോക് മേത്ത കമ്മിറ്റി പറഞ്ഞത് 2 ടയർ സിസ്റ്റമാണ്, ദ്വിതല പഞ്ചായത്ത് സംവിധാനം. അവിടെ 2 എണ്ണം. അപ്പോൾ 2 എണ്ണേ പറഞ്ഞിട്ടുള്ളൂ. ഏതൊക്കെയാണ്? മണ്ഡൽ പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പരിഷത്ത്. ഏതൊക്കെയാണ്? മണ്ഡൽ പഞ്ചായത്ത്, പിന്നെ ഡിസ്ട്രിക്ട് പരിഷത്ത്, ജില്ലാ പരിഷത്ത്. മണ്ഡൽ പഞ്ചായത്തും ഡിസ്ട്രിക്ട് പരിഷത്തും. ഇനി ഡിസ്ട്രിക്ട് പരിഷത്ത് ഷാൾ ഹാവ് ദ ചാർജ് ഓവർ ദ ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിങ്. മണ്ഡൽ പഞ്ചായത്ത് ആർ ഇൻ ചാർജ് ഓഫ് വില്ലേജസ്. അതിൽ ഈ ഡിസ്ട്രിക്ട് പരിഷത്തിനായിരിക്കും ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിങ്ങിൻ്റെ ചാർജ്. ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിങ്, ജില്ലാതല ആസൂത്രണത്തിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് പരിഷത്തിനായിരിക്കും, ജില്ലാ പരിഷത്തിനായിരിക്കും. മനസ്സിലായോ? എന്നാൽ മണ്ഡൽ പഞ്ചായത്ത് ആർ ഇൻ ദ ചാർജ് ഓഫ് വില്ലേജസിൻ്റെ ചാർജ് ആർക്കായിരിക്കും? മണ്ഡൽ പഞ്ചായത്തിനായിരിക്കും. ഇനി കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഫോർ പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്.
പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത, അതാണ് അങ്ങനെ തന്നെ നമ്മൾ പഠിക്കണം. കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി കൊടുക്കണം. ആർക്കാണ്? പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്, പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി കൊടുക്കണം എന്ന് അഭിപ്രായപ്പെട്ടത് ഏത് കമ്മിറ്റിയിലാണ്? അശോക് മേത്ത കമ്മിറ്റി. എന്നാണ്? 1978. ഇനി റിസർവേഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, SC STക്ക് അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് എന്ത് കൊടുക്കണം? റിസർവേഷൻ കൊടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അശോക് മേത്ത ആവശ്യപ്പെട്ടത് 1978. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? 2 ടയർ സിസ്റ്റമാണ്. മണ്ഡൽ പഞ്ചായത്തും ജില്ലാ ഡിസ്ട്രിക്ട് പരിഷത്തും. ഈ ഡിസ്ട്രിക്ട് പരിഷത്ത് ഡിസ്ട്രിക്റ്റിൻ്റെ കാര്യങ്ങൾ ആസൂത്രണമൊക്കെ നോക്കിക്കൊള്ളണം. മണ്ഡൽ പഞ്ചായത്ത് വില്ലേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളണം. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ SC ST റിസർവേഷൻ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് അശോക് മേത്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ്. കണ്ടക്ട് എ പാനൽ ഡിസ്കഷൻ ഇൻക്ലൂഡിംഗ് മോർ ഡീറ്റെയിൽസ് അബൌട്ട് 2 കമ്മിറ്റീസ് ഗിവൻ. അപ്പം മുകളിൽ പറഞ്ഞിട്ടുള്ള 2 കമ്മിറ്റിയെ കുറിച്ചുള്ള ഡിസ്കഷൻ നടത്താനാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കണം. അത് നമ്മൾ നോട്ടായിട്ട് എഴുതും കേട്ടോ. നെക്സ്റ്റ്, ഇറ്റ്സ് ബിഗിനിങ്, തുടക്കം നമ്മൾ നോക്കിയോളൂ. അതായത് പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൻ്റെ തുടക്കമാണ്. ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആരുടേതായിരുന്നു? നമ്മുടെ മഹാത്മാഗാന്ധിയുടെയാണ്. ഗ്രാമസ്വരാജ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആരുടെയാണ്? മഹാത്മാഗാന്ധിയുടേത്. എന്നാൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ കൺസെപ്റ്റാണ് എന്തെന്ന് പറയുന്നത്? പഞ്ചായത്ത് രാജ് എന്ന് പറയുന്നത്. The Panchayat Raj system came into existence first in Rajasthan as per the recommendations of the Balwant Rai Mehta Committee. അപ്പോൾ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം പഞ്ചായത്ത് രാജ് സിസ്റ്റം ഏറ്റവും ആദ്യം ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നത് ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാനിലാണ്. ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണത് കേട്ടോ. പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നത് ഏത് സ്റ്റേറ്റിലാണ്? രാജസ്ഥാനിലാണ്. അത് ഏത് റെക്കമെൻഡേഷൻ പ്രകാരമാണ് വന്നത്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ. Prime Minister Jawaharlal Nehru inaugurated the project in Nagaur district in Rajasthan on October 2nd, 1959. അപ്പോൾ ആ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റു ആണ് ഇത് ഇനാഗുറേറ്റ് ചെയ്തത്, ഉദ്ഘാടനം ചെയ്തത്. എവിടെയാണ് ഇത് ഇനാഗുറേറ്റ് ചെയ്തത്? നാഗൂർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ, നാഗൂർ എന്ന് പറയുന്ന ജില്ലയിൽ. അത് രാജസ്ഥാനിലെ ഒരു ജില്ലയാണ് നാഗൂർ എന്ന് പറയുന്നത്. അപ്പോൾ ആ രാജസ്ഥാനിലെ നാഗൂർ എന്ന് പറഞ്ഞ ജില്ലയിൽ എന്നായിരുന്നു? ഓൺ October 2nd, 1959, 1959 ഒക്ടോബർ 2-ന് നമ്മുടെ ഗാന്ധി ജയന്തി ദിനമാണ് അല്ലേ? 1959 October 2nd-നാണ് നാഗൂർ ജില്ലയിൽ രാജസ്ഥാനിൽ നമ്മുടെ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഫസ്റ്റ് ഇനാഗുറേറ്റ് ചെയ്തത്. ആരാണ് ഇനാഗുറേറ്റ് ചെയ്തത്? ജവഹർലാൽ നെഹ്റു. The Panchayat Raj system came into existence in Andhra Pradesh, Tamil Nadu and West Bengal in the same year. ഈ അതേ വർഷം തന്നെ 1959 തന്നെ ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും ഈ പഞ്ചായത്ത് രാജ് സിസ്റ്റം നിലവിൽ വന്നു. അപ്പോൾ 1959 ഈ പഞ്ചായത്ത് രാജ് സിസ്റ്റം നിലവിൽ വന്നത് ഏതൊക്കെ സ്റ്റേറ്റിലാണ്? രാജസ്ഥാൻ ഫസ്റ്റ്, സെക്കൻഡ് ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഫോർത്ത് പശ്ചിമ ബംഗാൾ. ഓക്കെ ആണല്ലോ? ആന്ധ്രാപ്രദേശിൽ, തമിഴ്നാട്ടിൽ, പശ്ചിമ ബംഗാളിൽ, പിന്നെ രാജസ്ഥാനിലാണ് ഫസ്റ്റ് വന്നത്, സെക്കൻഡ് വന്നത് ആന്ധ്രാപ്രദേശിൽ. ഇനി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്, അതാണ് നമുക്ക് നോക്കാനുള്ളത്. ഭരണഘടനാ ഭേദഗതി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. The delay in executing the recommendations of various committees regarding the decentralization of power throughout the country become an obstacle to the strengthening of local self-government bodies and the formation of a uniform structure there. അതായത് ഈ ഡീസെൻട്രലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് അധികാര വികേന്ദ്രീകരണവുമായിട്ട് ബന്ധപ്പെട്ട വിവിധ കമ്മിറ്റികൾ വന്നില്ലേ, അവയുടെ റെക്കമെൻഡേഷൻസ് രാജ്യവ്യാപകമായി നടപ്പിലാക്കാൻ കുറച്ച് കാലതാമസം വന്നു. അപ്പോൾ ഇങ്ങനെ ഇത് നടപ്പിലാക്കുന്നതിൽ കാലതാമസം വന്നപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ സ്ട്രെങ്തനിങ് ശക്തിപ്പെടുത്തുന്നതിനും അവയ്ക്കൊരു യൂണിഫോം സ്ട്രക്ചർ കൊണ്ടുവരാനും ഒരുപാട് കാലതാമസം നേരിട്ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Therefore, it was decided to give constitutional powers to the local self-government bodies. അതുകൊണ്ട് അവയ്ക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ പവർ അല്ലെങ്കിൽ ഭരണഘടനാ സാധുത നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, നേരത്തെ നമ്മൾ 2 കമ്മിറ്റികൾ പഠിച്ചില്ലേ? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയും അശോക് മേത്ത കമ്മിറ്റിയും. അപ്പോൾ ഇതിൽ ഏത് കമ്മിറ്റിയിലാണ് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ പവർ നൽകണമെന്ന് അഭിപ്രായപ്പെട്ടത്? രണ്ടാമത് പറഞ്ഞ അശോക് മേത്ത കമ്മിറ്റി അല്ലേ? ഓക്കെ ആണല്ലോ.
ഓക്കെ. അപ്പോൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ പവർ നൽകാൻ തീരുമാനിച്ചു. പിന്നെ എന്താ പറ്റുള്ളത്, ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ് ഗോട്ട് മോർ പവേഴ്സ് വിത്ത് ദ 73rd ആൻഡ് 74th അമെൻമെൻറ്റ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ 1992. 1992 73rd 74th അമെൻമെൻറ്റ്സ് നടപ്പിലാക്കി കോൺസ്റ്റിറ്റ്യൂഷൻ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അത് അവയ്ക്ക് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസിന് കൂടുതൽ പവർ കൊടുത്തു. The Panchayat Raj Act came into existence through the 73rd Amendment, whereas Nagarapalika Act was introduced with the 74th Amendment. അതായത് അപ്പോൾ പഞ്ചായത്ത് രാജ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട അമെൻമെൻറ്റ് എത്രയാണ്? 73rd അമെൻമെൻറ്റ് 73ാമത്തെ ഭരണഘടനാ ഭേദഗതി. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ, ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്ന് നീക്കം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതിനാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കൂട്ടിച്ചേർക്കലാണ് ഉണ്ടായത് അല്ലേ? എന്താണ് കൂട്ടിച്ചേർത്തത്? പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ പവർ കൊടുത്തു. അപ്പോൾ അതൊരു കൂട്ടിച്ചേർക്കലാണ്. അപ്പോൾ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന് കോൺസ്റ്റിറ്റ്യൂഷണൽ പവർ കൊടുത്തത് 73rd അമെൻമെൻറ്റ് വഴിയും, അതുപോലെ നഗരപാലിക അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റീസ് എന്ന് പറയും. അപ്പോൾ നഗരപാലിക സിസ്റ്റത്തിന് കോൺസ്റ്റിറ്റ്യൂഷണൽ പവർ കൊടുത്തത് 74ാമത്തെ 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴിയാണ്. ഇത് രണ്ടും നടന്നത് ഏത് വർഷമാണ്? 1992. ഇനി ഈ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിനെ കുറിച്ചും അതുപോലെ 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിനെ കുറിച്ചുമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രത്യേകതകളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് പഠിക്കാം. 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന് കോൺസ്റ്റിറ്റ്യൂഷണൽ പവർ കൊടുത്ത ഒരു അമെൻമെൻറ്റാണ് 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. നോക്കിയോളൂ, ഫോർമേഷൻ ഓഫ് ഗ്രാമസഭകളുടെ രൂപീകരണം. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഫോർമേഷൻ ഓഫ് ഗ്രാമസഭകളുടെ രൂപീകരണം. മറ്റേതിലാണെങ്കിലോ നഗരപാലികയാണെങ്കിലോ 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിൽ ഫോർമേഷൻ ഓഫ് വാർഡ് സഭ, അവിടെ വാർഡ് സഭയുടെ രൂപീകരണം. അടുത്തത് ടെന്യൂർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ 5 years. ഇപ്പുറത്തും ടെന്യൂർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ 5 years. അഡ്മിനിസ്ട്രേഷൻ എത്രയാണ്? 5 years. ടെന്യൂർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ 5 years. ഇനി റിസർവേഷൻ ഫോർ ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ദ ഷെഡ്യൂൾഡ് ട്രൈബ്. ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും റിസർവേഷൻ, അപ്പുറത്തും അതേപോലെ രണ്ടുപേർക്കും റിസർവേഷൻ നൽകി. റിസർവേഷൻ ഫോർ വിമന് അല്ലേ, സ്ത്രീകൾക്ക് റിസർവേഷൻ നൽകി. ദ ഇലക്ഷൻ ചാർജ് വാസ് ഗിവൺ ടു ദ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ്റെ ചാർജ്, അതായത് നമ്മുടെ പഞ്ചായത്തിലൊക്കെ ഇലക്ഷൻ നടത്താനുള്ള അതിൻ്റെ ഉത്തരവാദിത്വം ആർക്ക് നൽകി? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന് നൽകി. മറ്റിടത്തും അതുപോലെ തന്നെയാണ്, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് ഇലക്ഷൻ നടത്താനുള്ള ഉത്തരവാദിത്വം. ദെൻ ഫിനാൻസ് കമ്മീഷൻ വൺസ് ഇൻ 5 years. 5 വർഷം കൂടുമ്പോൾ എന്താണ്? ഒരു ഫിനാൻസ് കമ്മീഷൻ വേണമെന്ന് പറഞ്ഞു. മറ്റിടത്തും അതുപോലെ ഫിനാൻസ് കമ്മീഷൻ വൺസ് ഇൻ 5 years. ഇനി 3-tier പഞ്ചായത്ത് സിസ്റ്റം, എന്താണ്? ത്രിതല പഞ്ചായത്ത് സംവിധാനം, അതാണ് അവിടെ ഏർപ്പെടുത്തിയത്. അതെന്തൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. അതാണ് ഇപ്പം നിലവിലുള്ളത് അല്ലേ? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെയുള്ള 3-tier പഞ്ചായത്ത് സിസ്റ്റം. മറ്റടുത്ത് 2 types അർബൻ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ്. അവിടെ 2 ടൈപ്പിലുള്ള, ഇവിടെ ബാക്കിയെല്ലാം സെയിം ആണ്. ആദ്യത്തെ ഒരെണ്ണം മാത്രമേ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്നപ്പോൾ ഒരു വ്യത്യാസമുണ്ട്. എന്താണ്? 2 types ഓഫ് അർബൻ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ്. 2 തരത്തിലുള്ള അർബൻ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? നഗർ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ. ഏതൊക്കെയാണ്? നഗർ പഞ്ചായത്തും പിന്നെ മുനിസിപ്പൽ കൗൺസിലും. പക്ഷേ കേരളത്തിൽ വരുമ്പോൾ ഇതറിയപ്പെടുന്നത് മുനിസിപ്പാലിറ്റി എന്നും കോർപ്പറേഷൻ എന്നും കേട്ടോ. In the class based on the 73rd and 74th amendment of the constitution. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 73rd 74th അമെൻമെൻറ്റ് ഭേദഗതികൾ അടിസ്ഥാനമാക്കി ക്ലാസ്സിൽ ഒരു ക്വിസ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കാനാണ് പറയുന്നത്. ഒരു ക്വിസ്. അപ്പോൾ അതിൽ 2 ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ വിച്ച് നെയിം ഈസ് ദ റൂറൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡീസെൻട്രലൈസേഷൻ സിസ്റ്റം നോൺ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ റൂറൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡീസെൻട്രലൈസേഷൻ, ഗ്രാമീണ അധികാര വികേന്ദ്രീകരണ സംവിധാനം എന്ത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന്. അപ്പോൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പഞ്ചായത്ത് രാജ് അല്ലേ? എന്തെന്നാണ് അറിയപ്പെടുന്നത്? പഞ്ചായത്ത് രാജ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ദി പഞ്ചായത്ത് രാജ് സിസ്റ്റം? പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൻ്റെ ബേസിക് യൂണിറ്റ് എന്താണ്? ഗ്രാമസഭ അല്ലേ? ഇനി നമുക്കിതേപോലെ അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കണം. നമുക്കത് തയ്യാറാക്കാം. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ, വാട്ട് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് നഗരപാലിക സിസ്റ്റം? നഗരപാലിക സിസ്റ്റത്തിൻ്റെ ബേസിക് യൂണിറ്റ് എന്താണ്? വാർഡ് സഭ. അടുത്തത്, ഹൗ മെനി ഇയേഴ്സ് ഇസ് ദ ടെനോർ ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്? പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ടെനോർ എത്ര വർഷമാണ്? 5 വർഷം. അവിടെ കാലാവധി 5 വർഷമാണല്ലോ. വെൻ വാസ് ദ 73rd and 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് പാസ്ഡ്? ഏത് വർഷമാണ് 73, 74 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പാസ് ചെയ്ത്? എന്താണ്? 1992 വിച്ച് ഈസ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റഡ് ബൈ ദ 74th അമെൻമെൻറ്റ്?
74ാമത്തെ അമെൻമെൻറ്റിലൂടെ 74ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ക്രിയേറ്റ് ആയത്? ഏതാണ്? മുനിസിപ്പാലിറ്റീസ് അല്ലേ? മുനിസിപ്പാലിറ്റീസ് ക്രിയേറ്റ് ആയി. പിന്നെ ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇലക്ഷൻ ഇൻ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ? പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇലക്ഷനിൽ ആരാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? ആരാണ്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ. അടുത്തത് വാട്ട് ആർ ദ 3 ലെവൽസ് ഇൻക്ലൂഡഡ് ഇൻ ദ 3 ടയർ പഞ്ചായത്ത് രാജ് സിസ്റ്റം? 3 ടയർ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൽ ഉൾപ്പെടുന്ന 3 ലെവൽസ് ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. ഇത് എത്രയാണ്? അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗ്രൂപ്പ്സ് ഈസ് റിസർവ്ഡ് സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് സീറ്റ്സ് അണ്ടർ ദ 73rd അമെൻമെൻറ്റ് ഇൻ പഞ്ചായത്ത്? പഞ്ചായത്തിലെ 73ാം ഭേദഗതിയിലൂടെ കുറച്ച് സീറ്റ് ചില ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്, റിസർവ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്? റിസർവേഷൻ ആർക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? വിമന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും ഒരു 7 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. ഇന്ന് ഇത്രയും മതി. അപ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ലെങ്തി ആയിപ്പോയി. ഇപ്പോൾ തന്നെ 30 മിനിറ്റോളം ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കുറച്ചും കൂടെ ഉള്ളൂ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. വലിയ വീഡിയോ ആയി പോകുന്നത് കൊണ്ടാണ് ഇവിടെ വെച്ച് നിർത്തിയേക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലാവുന്നുണ്ട്, ഇഷ്ടമാവുന്നുണ്ട്, ഇത് കേട്ടാൽ നിങ്ങൾക്ക് പിന്നെ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പേരൊന്ന് ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക കേട്ടോ. താങ്ക്